മെയ് 23 വിശുദ്ധ ജൂലിയ രക്തസാക്ഷി. AD 439 ജൻസറിക് കാർത്തേജ് പിടിച്ചടക്കിയപ്പോൾ എയൂസേബിയൂസ് എന്ന ഒരു സിറിയൻ വ്യാപാരിക്ക് അടിമയായി വിൽക്കപ്പെട്ട ഒരു കുലീന കന്യകയാണ് ജൂലിയ. ജോലിയിലല്ലാത്ത സമയമെല്ലാം ജൂലിയ പ്രസന്നമായി ക്ഷമാപൂർവം പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും മുഴുകിയിരുന്നു. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും അവൾ ഉപവസിച്ചു. ഇവളുടെ വിശ്വസ്തത കണ്ട യജമാനൻ ഈ തപോനിഷ്ഠകൾ അല്പം ലഘുപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു. ഒരിക്കൽ ഈ വ്യാപാരി ഇവളെ ഗോളിലേക്കുള്ള ഒരു യാത്രയിൽ കൂടെ കൊണ്ടുപോയി. കോർസിക്കയിലെത്തിയപ്പോൾ കപ്പൽ നങ്കൂരമിട്ടു. ആ നാട്ടിലെ ഉത്സവത്തിൽ വ്യാപാരി പങ്കെടുത്തു. അന്ന് ഒരു കാളയുടെ ബലിയുണ്ടായിരുന്നു. അതിൽ ഭാഗഭാക്കാകാതിരിക്കാൻ ജൂലിയ ആരാധനയിൽ പങ്കെടുത്തില്ല. ആ ദ്വീപിലെ ഗവർണർ ഫെലിക്സ് ആരാണ് ദേവന്മാരെ ഇപ്രകാരം നിന്ദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു ക്രിസ്തീയ വനിതയാണെന്ന് മറുപടി നൽകി. അവൾക്ക് പകരമായി തൻ്റെ 4 വനിതാ അടിമകളെ നൽകാമെന്ന് ഗവർണർ പറഞ്ഞു. എയൂസേബിയൂസ് പ്രതിവചിച്ചു, ആരെ തന്നാലും എന്ത് തന്നാലും അവളെ തരികയില്ല. പിന്നീട് എയൂസേബിയൂസ് കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് ജൂലിയയോട് ഗവർണർ പറഞ്ഞു, നീ ദേവന്മാർക്ക് ബലി ചെയ്താൽ നിന്നെ സ്വതന്ത്രയാക്കാം. ജൂലിയ പ്രതിവചിച്ചു, ഇല്ല, യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല. അവളുടെ ഈ വാക്കുകളിലൂടെ നിന്ദിതനായി കരുതിയ ഗവർണർ ജൂലിയയുടെ കവിളിൽ അടിപ്പിച്ചു, തലമുടി പറിച്ചു കളഞ്ഞു. മരിക്കുന്നതുവരെ അവളെ കുരിശിൽ തറച്ചിട്ടു. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വിചിന്തനം: മൂലക്കല്ലായ ക്രിസ്തുവിനെ തള്ളിക്കളയുവാൻ ഒരടിമ പെൺകുട്ടി തയ്യാറായില്ല. അവളുടെ വിശ്വാസത്തോളം വരുമോ നമ്മുടെ വിശ്വാസം? വിശുദ്ധ ജൂലിയ ഐശ്വര്യത്തിലും കഷ്ടപ്പാടിലും സ്വാതന്ത്ര്യത്തിലും അടിമത്തത്തിലും ഒരുപോലെ തീഷ്ണതയും ഭക്തിയും പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും ആവലാതിപ്പെട്ടിട്ടില്ല. അതിനാൽ അവൾ കന്യകയും രക്തസാക്ഷിണിയുമായി. ദൈവപരിപാലനയുടെ വൈഭവം ചിന്തിച്ചു നോക്കൂ.